അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ വീണ്ടും അനിശ്ചിതത്തിലായിരിക്കുകയാണ്. ചർച്ചകൾ പ്രതീക്ഷിത രീതിയിൽ മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിൽ ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നടപടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്ക ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രമുഖ അമേരിക്കൻ മാധ്യമമാണ് ഈ വിവരം പുറത്തുവിട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ കൂടുതൽ സജീവമായത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയവും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ 7-ന് പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷം അമേരിക്ക താൽക്കാലികമായി വ്യോമാക്രമണങ്ങൾ നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആക്രമണങ്ങൾ വീണ്ടും തുടരണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാൻ മുന്നോട്ട് വച്ച സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് മതിയായി മറുപടി നൽകുന്നില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാൻ പൂർണ്ണമായും ആണവായുധ പദ്ധതി അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. കൂടാതെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കും തുറന്നു നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് മടങ്ങുന്ന വഴി എയർഫോഴ്സ് 1 വിമാനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ട്രംപ് ഇതേ നിലപാട് ആവർത്തിച്ചിരുന്നു. എന്നാൽ ട്രംപിന് ഇപ്പോൾ രാഷ്ട്രീയമായി വലിയ സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വരുന്നു. അടുത്തിടെ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമേരിക്കൻ ജനതയുടെ പിന്തുണ അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധത്തിന് അമേരിക്കയിൽ വലിയ പിന്തുണയില്ലെന്നാണ് വിദഗ്ധ സർവേകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധ കാരണം ഇന്ധനവിലയും സാധനങ്ങളുടെ വിലയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിന്റെ ബാധ്യത സാധാരണക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്നും വിമർശകർ പറയുന്നു. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളും ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യുദ്ധം നീണ്ടുപോകുകയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും സുരക്ഷിതമായി തുറക്കാൻ കഴിയുമെങ്കിൽ അതിനെ തന്നെ വിജയമായി പ്രഖ്യാപിക്കാമെന്ന് ചില നേതാക്കൾ ട്രംപിനോട് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനെ പൂർണ്ണമായും ആണവവിമുക്തമാക്കുക എന്ന അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇതുവരെ കൈവരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ സൈനിക നടപടി നടക്കാനുള്ള സാധ്യത ഇപ്പോഴും ശക്തമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി പെന്റഗൺ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 എന്ന പേരിൽ പുതിയ സൈനിക പദ്ധതി തയ്യാറാക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഈ ആഴ്ച കോൺഗ്രസിൽ സംസാരിക്കുമ്പോൾ ആവശ്യമെങ്കിൽ യുദ്ധം ശക്തമാക്കാൻ ഞങ്ങൾ വ്യാപകമായി പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന് പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത ആഴ്ചകളിൽ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ആക്രമണം പുനരാരംഭിക്കാനായി തയ്യാറെടുക്കുകയാണെന്നും പശ്ചിമേഷ്യയിലെ ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രംപ് നടത്തിയ പ്രസ്താവനയും ഇതിന് സൂചന നൽകുന്നതായിരുന്നു. ഇറാൻ ഞങ്ങളുമായി കരാറിലെത്തണം, അല്ലെങ്കിൽ അവർ പൂർണ്ണമായും തകർന്നു പോകും എന്നാണ് ട്രംപ് പറഞ്ഞത്. പുതിയ ആക്രമണം ആരംഭിച്ചാൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ, ആയുധ ശേഖരങ്ങൾ, പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് മുൻപത്തേക്കാൾ ശക്തമായ ആക്രമണം നടത്താനാണ് അമേരിക്കയുടെ പദ്ധതി. വെടിനിർത്തലിന് മുമ്പേ ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കാമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അതിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. മറ്റൊരു സാധ്യതയായി അമേരിക്ക പ്രത്യേക സൈനിക വിഭാഗങ്ങളെ ഇറാനിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് അയക്കാനും ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അവിടെ ഒളിപ്പിച്ചിട്ടുള്ളതായി കരുതുന്ന ആണവ വസ്തുക്കൾ നേരിട്ട് പിടിച്ചെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ ഇത്തരമൊരു നീക്കം വളരെ അപകടകരമാണെന്ന് സൈനിക വൃത്തം പറയുന്നു. വലിയ തോതിൽ സൈന്യത്തെ വിന്യസിക്കേണ്ടി വരും. അതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധസാധ്യത കൂടും. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർ ദ്വീപ് പിടിച്ചെടുക്കുക എന്നതും അമേരിക്കയുടെ പരിഗണിക്കുന്ന മറ്റൊരു മാർഗമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ദ്വീപ് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അത് പിടിച്ചെടുക്കാൻ അവിടെ വലിയ സൈനിക സാന്നിധ്യം തുടരേണ്ടി വരും. ആയതിനാൽ യുദ്ധച്ചെലവും അപകട സാധ്യതയും വളരെ കൂടും. അതേസമയം അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കറും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. ഏതൊരു ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകാൻ നമ്മുടെ സായുധ സേന സജ്ജമാണ്. തെറ്റായ തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായ ഫലങ്ങളിലേക്കാണ് നയിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇതിനകം തന്നെ സ്വന്തം മിസൈൽ കേന്ദ്രങ്ങളുടെയും ഭൂഗർഭ സൈനിക സംവിധാനങ്ങളുടെയും വലിയൊരു ഭാഗം വീണ്ടും സജ്ജമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിനുള്ള മിക്ക മിസൈൽ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം ഇറാൻ തിരിച്ചുപിടിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ കടലിടുക്കിലൂടെ ദിവസേന വലിയ തോതിൽ എണ്ണ ടാങ്കറുകളും ചരക്കു കപ്പലുകളും സഞ്ചരിക്കുന്നു. ഇവിടെ വീണ്ടും യുദ്ധമുണ്ടായാൽ ആഗോള എണ്ണവില കുത്തനെ ഉയരാനും ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ലോകം മുഴുവനും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇറാനും അടുത്ത ദിവസങ്ങളിൽ എന്ത് തീരുമാനം എടുക്കുമെന്നാണ്. സമാധാന ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമോ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയെ വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.